അൽഫാം കൂടുതൽ കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ സർ? അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ വെച്ചാൽ അറബിക് ഫുഡ് അവർ അന്ന് പറഞ്ഞിരുന്ന അറബിക് ഫുഡ്. അറബിക് ഫുഡ് ആസച്ച് ഒരു ക്യാൻസർ കോസിംഗ് എന്നുള്ള വെച്ചാൽ അവരതിൻ്റെ ധാരാളം ഒലിവ് ഓയിലുണ്ട്, പിന്നെ വെജിറ്റേറിയൻ മറ്റേ കട്ടായിട്ട് വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചുള്ളതാണ്. അതുകൊണ്ട് അറബിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ക്യാൻസർ കോസിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മീറ്റിനെ ചൂടാക്കി, അതായത് ബാർബക്യൂയിങ്, ഗ്രില്ലിങ്, പിന്നെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക കബാബ് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അൺഹെൽത്തി കുക്കിംഗ് ആണ്. അതായത് ഈ ചൂട് ഇതിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, രണ്ട് രീതിയിലാണ്. ഒന്ന്, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് അമീൻസ് എന്ന് പറഞ്ഞാൽ SCA എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത. പിന്നെ രണ്ടാമത്തേത്, നമ്മൾ ഈ ചൂടാക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഫാറ്റ് ഉരുകി താഴോട്ട് വീഴുമല്ലോ, അത് കത്തിയിട്ട് ഇതിന് മുകളിലോട്ട് വീഴും. അപ്പോൾ അതിലേക്ക് വരുന്ന സാധനമാണ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അത് ഡെപ്പോസിറ്റ് ചെയ്ത് അതും പിന്നെ രണ്ടാമത് നമ്മൾ തീ ചുടുക എന്ന് വിചാരിച്ചു, അപ്പോൾ ഇത് കരിഞ്ഞിരിക്കുമല്ലോ, അതിലും ധാരാളം ഹാംഫുൾ ആയിട്ടുള്ള ഈ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൺസ് ഇൻ എ വൈൽ നമുക്ക് ഒരെണ്ണം കഴിക്കണമെന്ന് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബട്ട് സ്ഥിരമായിട്ട് എന്നും വൈകിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ സാധ്യത.